أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസ് മക്കയിൽ സംസാരിച്ച വിഷയം ഇന്ന് നടക്കുന്നതായ ഇസ്ലാമിന്റെ ശത്രുക്കൾ കാട്ടുന്നതായ തഹദ്ദിയാത്തിനെ കുറിച്ചും ആ വെല്ലുവിളികൾക്കെതിരിൽ മുസ്ലിം ലോകം ആസകലവും അതിലുള്ള പണ്ഡിതന്മാരും പ്രബോധകന്മാരും പ്രവർത്തകന്മാരും സജീവമായി രംഗത്തിറങ്ങിക്കൊണ്ട് വെല്ലുവിളികളെ നേരിടണമെന്നും അവകൾക്ക് മറുപടി പറയാനുള്ളതായ തയ്യാറെടുപ്പും ഒരുക്കവും അവരിൽ സഹീഹായ അഖീദ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് മക്കയിലുള്ളതായ വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നടത്തിയതായ ഖുതുബയെ ആരംഭിച്ചത്. ധാരാളം ഇസങ്ങളും ധാരാളം തത്വങ്ങളും ധാരാളം ചിന്താഗതികളും ലോകവ്യാപകമായി കൊണ്ടേയിരിക്കുന്ന യുഗമാണ് ഈ യുഗം. പക്ഷെ അതിലും കൂടുതലായി ഇന്നത്തെ യുഗത്തിൽ അത് അതേ സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയാറുള്ളത് പോലെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കൂടി അത് ലോകവ്യാപകമായി കൊണ്ടേ ഇരിക്കുന്നു അതാത് നിമിഷത്തിൽ എന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വെല്ലുവിളികൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിം പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും എഴുത്തുകാർക്കും പണ്ഡിതന്മാർക്കുമെല്ലാം ഉണ്ട് എന്നത് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാം ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് പ്രസംഗം ആരംഭിച്ചത്. ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ പ്രബോധകന്മാരുടെ ബാധ്യത അത് ഒന്നാമതായി അവരുടെ അഖീദ ക്ലിയറാക്കി, വിശ്വാസം ക്ലിയറാക്കി, അവര് ഖുർആനിനെയും സുന്നത്തിനെയും തിരുസുന്നത്തിനെയും ആസ്പദമാക്കി അവര് ദഅവത്ത് നടത്തുവാനും അവര് ജനങ്ങൾക്ക് സത്യം പോലെ പറഞ്ഞു കൊടുക്കുവാനും രംഗത്തിറങ്ങേണ്ടതായ കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് മക്ക ഇമാം തുടരുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ വദീഫയായിട്ട് അത് മനസ്സിലാക്കേണ്ടതാണ് എന്നും അവന്റെ അഥവാ ബാധ്യതയായിട്ട് എന്ന് മാത്രമല്ല, അവൻ ചെയ്യുന്നതായ അവന്റെ ജോലി തന്നെ, അവൻ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അവിടെയെല്ലാം ഇങ്ങനെയുള്ളതായ തഹദ്ദിയാത്തുകൾക്ക് മറുപടി പറയാൻ, ഇങ്ങനെയുള്ളതായ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തേക്ക് കരിവാരിത്തേക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വിഭാഗത്തിനോട് മറുപടി പറയാനുള്ളതായ തയ്യാറെടുപ്പ് ഓരോ മുസ്ലിമും അവനാൽ സാധിക്കുന്ന രൂപത്തിൽ അവൻ ചെയ്യേണ്ടതാണ്, പ്രവർത്തിക്കേണ്ടതാണ്. അവിടെയെല്ലാം വഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീനിനെ അള്ളാഹുവിന് മാത്രമാക്കി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനം മുഴുവനും അതിൽ പ്രത്യേക ലോകമാന്യമോ ശുഹ്റത്തോ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവന്റെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയുള്ള ആ പ്രവർത്തനത്തിന് വേണ്ടി രംഗത്തിറങ്ങേണ്ടതാണ്, രംഗപ്രവേശം നടത്തേണ്ടതാണ് എന്ന് മക്ക ഇമാം തുടരുകയുണ്ടായി. അതെ, ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായ ഫിറക്കുകൾ ധാരാളം രൂപത്തിലുള്ളതായ മുസ്ലിംകളുടെ ഇടയിൽ തന്നെ ഛിന്ന ഭിന്നമായി മുസ്ലിങ്ങൾ പല പല പാർട്ടിയായി പല പല ഗ്രൂപ്പായി ചേരിയായി വേർതിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ യുഗമാണ് ഇന്നത്തെ യുഗം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ചിന്താഗതികൾ വ്യാപകമാവുക എന്നത് തന്നെ ഒരു നിലക്ക് പറയുകയാണെങ്കിൽ പ്രബോധകന്മാർക്ക് അത് ഇബ്തിലാ ആണ്, പരീക്ഷണമാണ് എന്ന് തന്നെ പറയാം. നമുക്ക് നമ്മുടെ പ്രബോധകന്മാർക്കും ദായികൾക്കുമെല്ലാം അവരുടെ മുമ്പിൽ അവർ ചെയ്യുന്നതായ ആ പ്രവർത്തനത്തിൽ എത്ര കണ്ട് ഇഖ്ലാസ് ഉണ്ട്, എത്ര കണ്ട് അവർക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന് അല്ലാഹു പരിശോധിക്കുകയായിരിക്കും അതിലൂടെ. അതുകൊണ്ട് തന്നെ അതെല്ലാം ശരിക്ക് കണ്ടറിഞ്ഞ് നമ്മുടെ മുമ്പിൽ വരുന്നതായ സർവ്വ തഹദ്ദിയാത്തുകൾക്ക്, സർവ്വ വെല്ലുവിളികൾക്ക് ആത്മാർത്ഥമായി നാം പ്രവർത്തിച്ചുകൊണ്ട് മല്ലിടുവാനും മത്സരിക്കുവാനും നാം പരിശ്രമിക്കേണ്ടതും, ആ സന്ദർഭത്തിൽ നാം ആദ്യമായി ചെയ്യേണ്ടത് ഏകീകരിക്കലാണ്, സംഘടിക്കലാണ്, കൂട്ടായ്മയോടുകൂടി ഏക കൂട്ടായ്മയോടുകൂടി ഭിന്നിക്കാതെ പ്രവർത്തിക്കലാണ്. ശക്തി ഉണ്ടാവൽ ഭിന്നിക്കാതിരിക്കുമ്പോഴാണ്, ശക്തി കുറയൽ ഭിന്നിക്കുമ്പോഴാണ്. അതുകൊണ്ട് നാം ഭിന്നിക്കാതെ രൂപത്തിൽ നമ്മുടെ എല്ലാവരുടെയും അദ്ദേഹം പ്രസംഗിക്കുന്നു, ഇദ്ദേഹം പ്രവർത്തിക്കുന്നു, അദ്ദേഹം എഴുതുന്നു, ഇദ്ദേഹത്താൽ സാധിക്കുന്ന രൂപത്തിലുള്ളതായ പ്രബോധനം ചെയ്യുന്നു, എല്ലാവരും കൂട്ടായ്മയോടുകൂടി ചെയ്യുകയാണെങ്കിൽ, ഛിന്ന ഭിന്നമാവാതെ ചെയ്യുകയാണെങ്കിൽ അതിനായിരിക്കും ഫലം കൂടുതലുണ്ടാവുക. അല്ല, ഫലം അതിനായിരിക്കും വേണ്ടതുപോലെ ഉണ്ടാവുക. അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതാണ് അള്ളാഹു പറയുന്നത്,
ദേഹയിച്ചയുടെ പിന്നിൽ അണിനിരക്കാതെ ദേഹയിച്ചയ്ക്ക് അനുസരിച്ചിട്ട് ഇഷ്ടാനുസരണം ആ ദേഹയിച്ച അനുസരിച്ചിട്ട് നീങ്ങാതെ നാം സത്യത്തെ സത്യം പോലെ മനസ്സിലാക്കിയിട്ട് സരീഹുൽ മൻഖൂലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അഥവാ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വരുന്ന ഖുർആനിനെയും അള്ളാഹു റസൂല് പറയുന്നതായ ഹദീസിനെയും ആസ്പദമാക്കി അതിനെ മാനദണ്ഡമാക്കി അതിനെ ലക്ഷ്യമാക്കി അതിനെയാണ് നാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടേണ്ടത്. ദേഹയിച്ചയല്ല, ദേഹയിച്ചയിൽ കൂടി വരുന്നതായ ചിന്താഗതികളെയല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടാനുസരണം ഉണ്ടാക്കുന്നതായ അഭിപ്രായങ്ങളിലൂടെയല്ല. അള്ളാഹ് ചോദിക്കുന്നു, മൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഉ ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അള്ളാഹുവിന്റെ ഹുദയില്ലാതെ സ്വന്തം ഇഷ്ടാനുസരണം ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന വിഭാഗത്തെക്കാളും പഴച്ചവൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഭാഗത്തെക്കാളും പഴച്ചവരാരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എന്റെ ഓർമ്മയിൽ വരികയാണ്, നമ്മുടെ നാട്ടിലേക്ക് കാണുന്നതായ ഭാഗമാണ് എന്ത്, വിശുദ്ധ ഫുർഖാൻ അലീമിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ ശത്രുക്കളായി ജീവിച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകളെ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളെ കവളിപ്പിക്കുന്നതായ ശൈലി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? ഹദീസ് നിഷേധികളാണെന്ന് അവർ പറയുന്നു. ഒരു ഉദാഹരണത്തിന്, യഥാർത്ഥത്തിൽ അവർ ഹദീസ് നിഷേധികളല്ല, അവർ ഖുർആൻ നിഷേധികളാണ്. ഖുർആനിന്റെ നൂറുകണക്കിൽ ആയത്തുകൾ അവർക്ക് തള്ളേണ്ടി വരുന്നു ഹദീസിനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 23 കൊല്ലത്തെ ജീവിതത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ റസൂലുള്ളാഹിയുടെ ജീവിതം, റസൂലുള്ളാഹിന്റെ ചലനങ്ങൾ, റസൂലുള്ളാഹിന്റെ പ്രവചനങ്ങൾ, റസൂലുള്ളാഹിയുടെ പ്രവർത്തനങ്ങൾ, റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ചിട്ട് നടത്തിയതായ ജനങ്ങളിൽ നിന്നിട്ട് കണ്ടതായ പ്രവർത്തനങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതായ കാര്യങ്ങൾ, റസൂലുള്ളാഹിയുടെ ഔസാഫുകൾ, ഇതെല്ലാം റസൂലുള്ളാഹിയുടെ സീറയും ഇതെല്ലാം എന്താണ്? ഹദീസുകളാണ്. അതിൽ നിന്നിട്ട് പലതും ഖുർആനിലില്ല. ഖുർആനിൽ അതിലേക്കെല്ലാം സൂചനയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നതുകൊണ്ട് തന്നെ നാം ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ ഖുർആനിന്റെ പരിപൂർണതയോടുകൂടി അള്ളാഹു അവിടെ 70ഓളം ആയത്തുകളിലൂടെ റസൂലുള്ളാഹിയോടുള്ളതായ പരിപൂർണ അനുസരണം വേണമെന്നും, ഇൻ തുതിഉഹു തഹ്തദു, നിങ്ങൾ റസൂലിനെ അനുസരിച്ചാലാണ് നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുക. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, റസൂലിനെ നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചു കഴിഞ്ഞാൽ അവനാണ് അള്ളാഹുവിനെ അനുസരിച്ച ആളായി മാറുക. അതുപോലെയുള്ളതായ ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ആ ആയത്തുകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതായ തത്വചിന്തകന്മാർ, തത്വക്കാര് രംഗത്തിറങ്ങുന്നത്. അവരുടെ കൂടെ ഇപ്പോൾ ആള് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന്, ഇന്ന് മക്ക ഇമാം വിശദീകരിച്ച വിഷയത്തോട് നല്ല ബന്ധമുള്ള വിഷയമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം അഥവാ കേരളീയർ, മലയാളം അറിയുന്നവർ, എന്റെ ശബ്ദം കേൾക്കുന്നവര്, നാം വളരെ ശക്തിയായ ഒരുക്കത്തോടു കൂടി, തയ്യാറെടുപ്പോടുകൂടി ഇസ്ലാമിനെതിരിൽ പൊട്ടിപ്പുറപ്പെട്ടതിന് എതിരിൽ തഹദ്ദിയാത്ത് എന്നാണ് അറബി ഭാഷയിൽ പറയുക. ഇസ്ലാമിനെതിരുള്ളതായ വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾക്ക് മറുപടി പറയാൻ നാം രംഗത്തിറങ്ങണം. നമ്മുടെ മതമാണ്, നമ്മുടെ ദീനാണ്, നമ്മുടെ ഖുർആനാണ്, നമ്മുടെ സുന്നത്താണ്, നാമാണ് ഇതിന്റെ വക്താക്കൾ, നാമാണ് ഇതിന് വേണ്ടി വാദിക്കേണ്ടവർ, നാമാണ് ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി തയ്യാറാവേണ്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തു. ശരിയാണ്. ആ ഏറ്റെടുത്തതായ ആ ദൗത്യം അല്ലാഹു നിർവഹിക്കുന്നത് അവന്റെ അടിമകളിലൂടെയാണ്, അവന്റെ അടിമകളായ മുസ്ലിങ്ങളിലൂടെയാണ്. ആ മുസ്ലിങ്ങൾ എന്നിട്ട് ആരാണ് ആ ഖുർആനിനെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത്? അവരെല്ലാം പങ്കാളികളാണ് ഈ ഖുർആനിനെ ഹിഫ്ള് ചെയ്യുന്നതിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഖിയാമത്ത് നാൾ വരെ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ മതത്തെക്കാൾ ഉപരിയായി നിന്നുകൊണ്ട്, മികച്ചു നിന്നുകൊണ്ട് അത് നടമാടുക തന്നെ ചെയ്യും, അതിവിടെ ലോകവ്യാപകമാവുക തന്നെ ചെയ്യും എന്നൊക്കെ അള്ളാഹു ഏറ്റെടുത്തതാണ്. പക്ഷേ നമ്മളോട് അള്ളാഹു നമുക്ക് വരഞ്ഞു തന്ന ഒരു ലൈനുണ്ട്. ആ ലൈനിൽ കൂടിയാണ് നാം നടക്കേണ്ടത്. നാം ആ ലൈന് സ്വീകരിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നാം ചിന്ന ഭിന്നമാവാത്ത രൂപത്തിൽ ഐക്യത്തോടുകൂടി, നിങ്ങളുടെ പ്രവർത്തനം വളരെ ചുരുങ്ങിയ പ്രവർത്തനമാണ്, ആ ചുരുങ്ങിയ പ്രവർത്തനം ചിന്ന ഭിന്നമായി ചെയ്യുമ്പോൾ അതിന് വിലയുണ്ടാവുകയില്ല, അതിന് ശക്തി ഉണ്ടാവുകയില്ല, അതിന് വേണ്ടത്ര ഫലമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിന്റെ ഹബ്ലിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ കലിമത്ത് തൗഹീദാകുന്ന ആ ഹബ്ലിനെ, ആ ഖുർആനാകുന്ന ആ കയറിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ ബേക്കിൽ നാം അടിനിരക്കുക. അള്ളാഹുവിന്റെ ഖുർആന്റെ ബേക്കിൽ, അള്ളാഹു ഖുർആനിലൂടെ ഇറക്കിയതായ ആദർശത്തിന്റെ ബേക്കിൽ നാം കൂട്ടായും കൊണ്ട് ഭിന്നിക്കാത്ത രൂപത്തിൽ അണിനിരക്കുക. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, ഒന്നിച്ച് എന്നാണ് അള്ളാഹു പറയുന്നത്. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഭിന്നിക്കുന്ന സന്ദർഭത്തിൽ ഫതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോയി, കാറ്റില്ലാത്ത ടയർ പോലെ നിങ്ങളെ കൊണ്ട് പിന്നെ ഒരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. അതാണിപ്പോൾ സംഭവിച്ചത്. എത്രയെത്ര സംഘടനകളാണ്, എത്രയെത്ര ഗ്രൂപ്പ്സുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നത്. എന്താണ് വേണ്ടതുപോലെ പ്രവർത്തനം വിജയിക്കാത്തത്? അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഈ ചിന്ന ഭിന്ന
ഭിന്നമാവുക എന്നതായ മഹാരോഗം പിടിപെട്ടത് കൊണ്ടാണ്. അതിൽ നിന്നിട്ട് എന്തെങ്കിലും കാരണത്താൽ ഇബ്ലീസ് അതിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഛിന്ന ഭിന്നമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ വിഭാഗത്തിന്റെ ശക്തിയെ കുറക്കാൻ സാധിക്കും, ഈ തൗഹീദ് വ്യാപകമാക്കാതിരിക്കാൻ സാധിക്കും എന്നതവൻ അറിയാം. അതുകൊണ്ട് തഖ്തീത്തോട് കൂടി അവൻ പ്രവർത്തിക്കുകയാണ്. ആ തഖ്തീത്ത് നാം കണ്ടറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദുഹു അദുവ്വ, നിങ്ങൾ പിശാച് നിങ്ങളുടെ കഠിന ശത്രുവാണ്, അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് മനസ്സിലാക്കി ശത്രുവാണെന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം ഐക്യത്തിന് വേണ്ടി പാടുപെടേണ്ടതാണ്. നമ്മുടെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബാക്കിലാണ് നടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന, ശരിക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഏതാണെന്ന് ഖുർആനിലൂടെ സുന്നത്തിലൂടെ മനസ്സിലാക്കി അവരിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിരിക്കാം. പരിപൂർണത ഏത് സംഘടനയിലുമില്ല. പക്ഷേ ഏറ്റവും വീഴ്ചകൾ കുറഞ്ഞ കൂട്ടായ്മ ഏതാണെന്ന് നോക്കിയിട്ട് അവരുടെ കൂടെ കൂടാൻ വേണ്ടി പരിശ്രമിക്കുകയല്ലാതെ 50 ആളോ 60 ആളോ 70 ആളോ ഒരു സത്വം പറഞ്ഞുകൊണ്ട് ഭിന്നിച്ച് ചേരിയായി പ്രവർത്തകന്മാരാണ് ഞാൻ, ഇസ്ലാമിന്റെ വക്താക്കളാണ് ഞാൻ എന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്നതായ സമ്പ്രദായം ഒഴിവാക്കണം. അതൊക്കെ ശൂഹറത്താണ് അതിന്റെ ബേക്കിലുള്ളത് എന്ന് മക്ക ഇമാം പറയുകയാണ്. ശൂഹറത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രശസ്തനായിരിക്കണം. ഇപ്പോൾ വാട്സാപ്പിൽ കൂടിയും ആധുനിക മാധ്യമങ്ങളിൽ കൂടിയെല്ലാം ജനങ്ങൾ എന്നിട്ട് പലരും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതാണ്. എന്ത്? ജനങ്ങളുടെ ഇടയിൽ പേരും പെരുമയും വേണം. എന്റെ കലിമ ലക്ഷക്കണക്കിൽ ആൾ കാണണം. ലക്ഷക്കണക്കിൽ ആൾ കാണുമ്പോൾ അതിന്റെ ബേക്കിൽ കിട്ടുന്ന സമ്പാദ്യം വർദ്ധിക്കും. അങ്ങനെ ഭൗതിക നേട്ടങ്ങളാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയായി പോകരുത്. ശൂഹറത്ത് ഒരിക്കലും മുസ്ലിങ്ങളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ശൂഹറത്തിന്റെ വസ്ത്രം തന്നെ ഇസ്ലാം എതിർത്തതാണ്. പിന്നെ ശൂഹറത്ത് നമ്മുടെ പ്രവർത്തന മേഖലയിൽ കടന്നുകൂടാൻ പാടുള്ളതല്ല. അത് അപകടമാണ് എന്ന് മക്ക ഇമാം എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ശൂഹറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൽ ആ വ്യക്തികൾക്ക് ശൂഹറത്ത് ഉണ്ടായി എന്നതല്ലാതെ അള്ളാഹ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് അതിലൂടെ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഭാഗത്തോട് പ്രത്യേകം അഭിസംബോധനം ചെയ്തുകൊണ്ട് മക്ക ഇമാം സംസാരിക്കുന്നു. അല്ലയോ ശൂഹറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മതത്തെ ലോകവ്യാപകമാക്കുവാനും ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ കലിമത്ത് അതാണ് മികച്ചു നിൽക്കേണ്ടത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്, നാം പാടുപെടേണ്ടത്, നാം പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമ്മളിൽ വരും. അതുകൊണ്ട് തന്നെ നാം ശൂഹറത്ത് ഒരിക്കലും നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ കുറിപ്പിലൂടെ, നമ്മുടെ വാട്സാപ്പിലൂടെ, നമ്മുടെ ഏത് പ്രവർത്തനത്തിലൂടെ, ഏത് ദഅവത്തിലൂടെ, ഏത് ഖുതുബയിലൂടെ, ഏത് വഅദിലൂടെ, ഏത് പ്രബോധനത്തിലൂടെ ഉണ്ടാവരുത് ശൂഹറത്ത്. അത് നമ്മുടെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതും പരലോകത്തിലുള്ള പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതും ഇഹലോകത്തിൽ അതുകൊണ്ട് ഫലമില്ലാതിരിക്കുന്നതും ആണ് എന്ന് മക്ക ഇമാം പ്രത്യേകം ഊന്നി പറയുകയുണ്ടായി. മഹാനായ ഇമാം സുഫ്യാൻ തൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ ഒരു വാക്ക്, അദ്ദേഹം തബഉ താബിഈങ്ങളിൽപ്പെട്ട നമ്മുടെ മഹാനേതാവാണ്. അദ്ദേഹം പറയുകയാണ്, ഇയ്യാക വശുഹറ ഫമാ റഅയ്തു അഹദൻ മിനൽ മശായിഖ് വൽ അസാദിതതി, എന്റെ ശൈഖമാരിൽ നിന്നിട്ട് എന്റെ ഉസ്താദുകളിൽ നിന്നിട്ട് ആരെയും ഞാൻ കണ്ടിട്ടില്ല ശൂഹറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ശൂഹറത്തിനെ വെറുക്കാത്തവരെ. ശൂഹറത്തിനെ എല്ലാവരും വെറുക്കുന്നവരാണ്. അഥവാ ജനങ്ങളുടെ ഇടയിൽ പേരും പെരുമയും വേണമെന്നതായ തത്വം വെച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുക, ഹദീസ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഖുർആൻ മനഃപ്പാഠമിടാൻ വേണ്ടി പരിശ്രമിക്കുക, ഖുർആൻ ജനങ്ങളുടെ മുമ്പിൽ ഓതുക, ഇതിലെല്ലാം ശൂഹറത്ത് ഉദ്ദേശിക്കുക. അതൊരിക്കലും മുസ്ലിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. എന്ന് മാത്രമല്ല, സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് പറയുകയാണ്, ലം യംനഅനിൽ ഹുദൂറു ലദൈക്കും ഇല്ലാ ഖൗഫ ശൂറ, ഞാൻ പലപ്പോഴും പല സദസ്സിലും പങ്കെടുക്കാത്തത് അതിലൂടെ എനിക്ക് ശൂഹറത്ത് കിട്ടണമെന്നതായ തെറ്റിദ്ധാരണ വന്നു പോകുമോ, ആ മോഹം വന്നു പോകുമോ, ആ തെറ്റ് വന്നു പോകുമോ, ആ റിയാ, ആ സുംഅത്ത്, ആ ലോകമാന്യം വന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പല സദസ്സിലും പോകാറില്ല എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. ഇതൊക്കെ മക്ക ഇമാം പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, പ്രബോധകന്മാരുടെ ലക്ഷ്യം, പ്രവർത്തകന്മാരുടെ ലക്ഷ്യം, സംഘടനകളെല്ലാം ഐക്യത്തോടുകൂടി തൗഹീദിന്റെ പേരിൽ ഐക്യപ്പെടുന്ന സംഘടന, അവരുടെ എണ്ണം കുറഞ്ഞാലും വിരോധമില്ല. അവരാണ് ഹക്കിന്റെ പേരിൽ, അവരാണ് അല്ലാഹു റസൂൽ പറഞ്ഞതായ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും ഉള്ളതായ സംഘടന, ഞാനും എന്റെ സഹാബാക്കളും ജീവിച്ചതായ ജീവിതം, ഞാനും എന്റെ സഹാബാക്കളും ജീവിച്ചതായ ആ ജീവിത രീതി,
ആ മൻഹജ് അത് വളരെ ചുരുങ്ങിയ ആളായിരുന്നാലും വിരോധമില്ല. അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഹക്കായി പുലരണം, ബാത്തിലായി പുലരണം എന്നതായിരിക്കും. അങ്ങനെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ, നാം നമ്മുടെ ഖുതുബ ഓതുന്നതെങ്കിൽ, നാം നമ്മുടെ പ്രസംഗങ്ങളിൽ പ്രസംഗിക്കുന്നതെങ്കിൽ, നാം നമ്മുടെ ലേഖനം എഴുതുന്നതെങ്കിൽ, അങ്ങനെ ഏത് മേഖലകളിൽ നാം അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ബർക്കത്തുണ്ടാവും. തീർച്ചയായിട്ടും അതിൽ ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ പ്രീതി കടന്നുകൂടും. അതോടുകൂടി നമുക്ക് അതിലൂടെ വിജയിക്കാൻ സാധിക്കും. ഒരു പക്ഷേ നമ്മുടെ ദഅവത്തിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചോളണമെന്നില്ല. ഈ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ, ഈ നാടല്ലെങ്കിൽ അടുത്ത നാട്, ഈ വിഭാഗമല്ലെങ്കിൽ ആ വിഭാഗത്തെ കേൾക്കുന്നതായ എത്ര പേരാണ് ഈ കേൾക്കുന്നവരെക്കാളും കേൾക്കപ്പെടുന്നവർക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കാറുണ്ട് എന്ന് റസൂൽ പറഞ്ഞതായ ആ തത്വം നാം ഉൾക്കൊള്ളുക. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന, ഇവിടെ മദീനയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയതായ, പ്രത്യേകിച്ച് മദീന യൂണിവേഴ്സിറ്റിയിലും മസ്ജിദുൻ നബവിയിലുമെല്ലാം പഠിക്കുന്ന, അതുപോലെ മദീനയിലുള്ള മറ്റു യൂണിവേഴ്സിറ്റികളെല്ലാം പഠിക്കുന്നതായ വിദ്യാർത്ഥികൾ പ്രത്യേകം ഈ ചാൻസ് ഉപയോഗപ്പെടുത്തുക. നാം ശരിയായ ദാഇകളാവാൻ വേണ്ടി, ആത്മാർത്ഥതയോട് കൂടി പ്രവർത്തിക്കുന്നവരായ മുഖ്ലീസീങ്ങളാവാൻ വേണ്ടി നാം പരിശ്രമിക്കുക. മസ്ജിദുൻ നബവിയിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട്, ധാരാളം സദസ്സുകളുണ്ട്, ധാരാളം ഇൽമു പഠിപ്പിക്കുന്നവരുണ്ട്, ധാരാളം ഉലമാക്കളുണ്ട്. ഉലമാഉർ റബ്ബാനിയങ്ങൾ ആരാണെന്ന് ശരിക്കും പരിശോധിച്ച് അങ്ങനെയുള്ളവരുടെ ബേക്കിൽ കൂടുക. അങ്ങനെയുള്ളവരുടെ ബേക്കിൽ നിങ്ങൾ ഇവിടെ താമസിക്കാൻ അള്ളാഹു നൽകിയതായ ആ ചുറ്റുപാടിലൂടെ, ആ ദിവസങ്ങളിലൂടെ, ആ വർഷങ്ങളിലൂടെ, ആ മാസങ്ങളിലൂടെ അത് ശരിക്കും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മരണം വരെ നിങ്ങൾക്ക് അത് ഫലപ്രദമാകും, അത് ഉപയോഗപ്രദമാകും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. എത്രയോ പേര് ഇവിടെ വന്നിട്ട്, മദീനയിൽ വന്നിട്ട്, മക്കയിൽ വന്നിട്ട് അവിടെയുള്ള ഷെയ്ഖന്മാരിലൂടെ എൽമ പഠിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ കൊള്ളുന്ന ഉയർന്ന പ്രബോധകന്മാരായി മാറിയതായ സംഭവങ്ങളൊക്കെ നമ്മുടെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് നാം അതൊരിക്കലും പാഴാക്കി കളയരുത്. ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ടും കോളേജിൽ നിന്നിട്ടും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നിട്ടും പഠിക്കുമ്പോൾ കിട്ടുന്നത് അത് ഭൗതികമായ ഷഹാദയായിരിക്കും. ഒരു പക്ഷേ ആ ഷഹാദ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അത് പഠിക്കുന്നത്. ഷഹാദ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്. അതേ സമയത്ത് ഹറമിലൊക്കെ ഉള്ളതായ പണ്ഡിതന്മാരുടെ ബേക്കിൽ നാം പോകുമ്പോൾ, അവരുടെ ബേക്കിൽ കൂടുമ്പോൾ അവരിൽ നിന്നിട്ട് ആത്മാർത്ഥതയോടുകൂടി എൽമ പഠിക്കണം, എൽമ വികസിപ്പിക്കണം, എൽമ വേണ്ടതുപോലെ ഉൾക്കൊള്ളണം എന്ന തത്വം മുമ്പിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുക. അങ്ങനെ ശൂഹത്തിന്റെ ബേക്കിൽ നടക്കുന്ന വിഭാഗത്തെ കുറിച്ച് മക്ക ഇമാം തുടരുകയാണ്. അത് വ്യാപകമായി കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ളതായ ഖതീബിന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ക്ലാസ്സിലും മക്ക ഇമാം പറയുകയുണ്ടായി. ചിലപ്പോൾ ഭക്ഷണം ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലൂടെ മത്സരം, അതുപോലെ തന്നെ വസ്ത്രത്തിലൂടെ മത്സരം, അതുപോലെ തന്നെ പ്രസംഗത്തിലൂടെ മത്സരം, അതുപോലെ എഴുത്തിലൂടെ മത്സരം, എല്ലായിടങ്ങളിലും മത്സരം നടക്കുകയാണ്. എന്തിനാണ് ഈ മത്സരം നടക്കുന്നത്? ശുഹ്റത്തിന് വേണ്ടി. എന്തിനാണ് ശുഹ്റത്ത്? ഭൗതിക നേട്ടം നേടാൻ വേണ്ടി. ഭൗതിക നേട്ടം ജനങ്ങളിടയിൽ കൊള്ളുന്ന ആളായി, ഇന്ന് പ്രശസ്തനായി, ഇന്ന് നടൻ, ഇന്ന് നടി എന്നൊക്കെ പറയുന്നത് പോലെ, ഇന്ന് കളിക്കാരൻ എന്ന് പറയുന്നത് പോലെ, ഇന്ന് എഴുത്തുകാരൻ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ പേരെടുത്ത ലക്ഷങ്ങൾ മില്യനുകൾ കേൾക്കുന്ന വ്യക്തി എന്നൊക്കെ അറിയപ്പെടാൻ വേണ്ടി അതിലൂടെ ഭൗതികമായ സമ്പാദ്യം അവർക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നു. എന്നാൽ അതൊക്കെ മുസ്ലിങ്ങളിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പ്രബോധകന്മാരുടെ ഇടയിൽ അറുപ്പും വെറുപ്പും ഉണ്ടാകുന്നു, ദേഷ്യവും കോപ്പവും ഉണ്ടാകുന്നു. അതിനെല്ലാം അറിഞ്ഞു വരുത്തണമെങ്കിൽ ഇഖ്ലാസ് കടക്കണം. അള്ളാഹുവിന്റെ മതത്തെയാണ് നീ പ്രചരിപ്പിക്കുന്നത്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ദാറുസ്സലാമിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്, സ്വർഗ്ഗലോകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ മതത്തെ പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹ് കൽപ്പിച്ച രൂപത്തിൽ, അള്ളാഹു റസൂൽ കാണിച്ചു തന്ന രൂപത്തിൽ ആയിരിക്കണം. നമ്മുടെ ഇഷ്ടാനുസരണമാവാൻ പാടുള്ളതല്ല. ഈ ശുഹ്റത്തിന് വേണ്ടി ജീവിക്കുന്നവരെ കുറിച്ച് മക്ക ഇമാം പറയുകയാണ്, ഹിഖ്ദ് വ്യാപകമാവുകയും ജഹൽ വ്യാപകമാവുകയും അത് കാരണത്താൽ ജനങ്ങളുടെ ഇടയിൽ കൊള്ളുന്നവരായി മാറുകയും ചെയ്തതായ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. റസൂലുള്ളാഹി പണ്ട് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, റുവൈബിള എന്ന എന്നിനും ഒരു വിലയും നിലയുമില്ലാതെ, സിഫർ അല ഷിമാൽ ഞാൻ പറയാറുണ്ട്, ഇടതുഭാഗത്ത് 0 എന്നതുപോലെ ഒരു വിലയും നിലയുമില്ലാത്ത മനുഷ്യന്മാരൊക്കെ പേരും പെരുമയുള്ള ആളായി മാറുന്നതായ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയെല്ലാം സോഷ്യൽ മീഡിയയിൽ പേരെടുക്കാൻ സാധിച്ചോ ഇല്ലേ എന്നതല്ല ഇവിടെ മുഖ്യം. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ കലിമ അത് മികച്ചു നിൽക്കണം, അത് ലോകവ്യാപകമാകണം, അത് ജനങ്ങളിലേക്ക് എത്തണം. ആ തൗഹീദ് ലോകവ്യാപകമാക്കണം. ആ യഥാർത്ഥ ആദർശം, അള്ളാഹുവിന് മാത്രം ആരാധന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രം നേർച്ച, അള്ളാഹ്ക്ക് മാത്രം അറിവ്, അള്ളാഹ്ക്ക് മാത്രം ജീവിതം, അള്ളാഹ്ക്ക് മാത്രം മരണം, അള്ളാഹിനെ മാത്രം ഹൃദയത്തിന്റെ അകത്തിൽ നിന്നുള്ളതായ യഥാർത്ഥ ആരാധനയാകുന്ന സ്നേഹം അത് അള്ളാഹിനോട് മാത്രം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം കോപ്പിക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക. അങ്ങനെയുള്ളതായ കടുകട്ടിയുള്ള ഈമാനിന്റെ ഉടമയാക്കി മുഹീദ
വലുതാക്കി ജനങ്ങളെ വളർത്താൻ വേണ്ടിയായിരിക്കണം നാം പാടുപെടേണ്ടത്. അങ്ങനെ പാടുപെടുന്ന സന്ദർഭത്തിൽ ആ ലക്ഷ്യത്തോടു കൂടി, ആ ഉദ്ദേശത്തോടു കൂടി, ആ രൂപത്തിലുള്ള ഇഖ്ലാസോടു കൂടി മാധ്യമങ്ങൾ ഉപയോഗിച്ചോളീൻ. ഒരു വിരോധവുമില്ല, അതിന് തെറ്റുമില്ല. അതെ, ഹദീസിൽ വന്നതുപോലെ, മക്ക ഇമാം ഉണർത്തിയതുപോലെ, ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എത്രയോ ജാഹിലീങ്ങളെ റഈസമാരാക്കി, ജാഹിലീങ്ങളെ കൊള്ളുന്നവരാക്കി, ജാഹിലീങ്ങളെ പിന്തുടർന്നവരാക്കി മാറ്റുന്നതായ കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അതേസമയത്ത് അങ്ങനെയുള്ളതായ സ്ഥാനത്തിലേക്ക്, സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെങ്കിൽ ധാരാളം ദീനിലില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കാണും, ധാരാളം ഇഫ്തിറാഅത്തുകൾ പറഞ്ഞു കാണും, ധാരാളം തോന്നിവാസങ്ങളും ഖുർആനിനെ വളച്ചൊടിക്കലുകളും ഹദീസിനെ വളച്ചൊടിക്കലുകളും അല്ലെങ്കിൽ ഹദീസിനെ നിഷേധിക്കലും എല്ലാം വന്നു കാണും. അപ്പോൾ എന്ത് സംഭവിച്ചു? അള്ളാഹ് പറഞ്ഞതുപോലെ, ഇന്നമാ യഫ്തരിൽ കദിബ, കളവിനെ അള്ളാഹുവിന്റെ മേലിൽ കെട്ടിയുണ്ടാക്കി വെക്കുന്നവർ, അല്ലദീന ലാ യുമിനൂന ബിആയാത്തില്ലാ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവരിൽ നിന്നിട്ടാണ് അത് ഉടലെടുക്കുക. അങ്ങനെയുള്ള മഹാപാപത്തിൽ നാം പെട്ടുപോകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ വിഭാഗത്തിന് അസാ ഇല്ല എന്ന് പറയുകയാണ്. അത് അവർ ഇമ്മയാണ്. ഇമ്മ എന്ന് പറഞ്ഞാൽ അവരോട് ക്ഷമിക്കണമെന്ന് പറയുന്ന പ്രശ്നമില്ല. അങ്ങനെയുള്ളവരെ ആക്ഷേപിച്ചതിൽ എന്നിൽ നിന്നിട്ട് തെറ്റുവന്നു പോയല്ലോ എന്ന് പറയുന്ന പ്രശ്നം യോജിക്കുന്നില്ല. അവർ തെറ്റിയവരാണ്, തെറ്റിയവരാണ്, തെറ്റിയവരാണ് എന്ന് നാം അവരുടെ തെറ്റ് ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കണം. എന്നിട്ട് അവരുടെ ആ വ്യതിയാനങ്ങളിൽ നിന്നിട്ടും അവരുടെ ആ പഴച്ച ചിന്താഗതികളിൽ നിന്നിട്ടും മുസ്ലിം ലോകത്തെ, അള്ളാഹുവിന്റെ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി നാം പാടുപെടണം. നീ ഇമ്മയാ. മക്കായും പറയുന്നു, ഇമ്മ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നല്ലത് ചെയ്താൽ നല്ലത് ചെയ്യും, ജനങ്ങൾ വടക്ക് ചെയ്താൽ വടക്ക് ചെയ്യും. ഹദീസിന്റെ ശരി അങ്ങനെയാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, എന്റെ ഓർമ്മയിൽ വരികയാണ്. ഇമ്മയാവരുത് എന്ന് മക്കായിമാവും പറഞ്ഞു. റസൂൽ പറയുന്ന ശരി കേൾക്കുക, ലാ തകൂനു ഇമ്മ, നീ ഇമ്മയാവരുത്. എന്താണ് ഇമ്മ എന്ന് പറഞ്ഞാൽ? ഇൻ അഹ്സനന്നാസു അഹ്സന്ന, ജനങ്ങൾ നന്മ ചെയ്താൽ നാം നന്മ ചെയ്യുന്നു. ഇൻ അസഅന്നാസ്, ജനങ്ങൾ തിന്മ ചെയ്താൽ അസഅന, നാമും തിന്മ ചെയ്യുന്നു. അപ്പോൾ ജനങ്ങൾ കാട്ടും പോലെ കാട്ടുക, ജനങ്ങൾക്കൊത്ത് നീങ്ങുക, ജനങ്ങളെ പ്രതിപ്പെടുത്തുക, അതാണ് ഇമ്മയുടെ സ്വഭാവം. അതെ, അതുപോലെ നിങ്ങൾ അങ്ങനെയാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ എന്ത് പറയണം? ഇന്ന അഹ്സനന്നാസു അഹ്സന്ന, ജനങ്ങൾ നന്മ ചെയ്താലും ഞാൻ നന്മ ചെയ്യും. വഇൻ അസാഉ, ജനങ്ങൾ തിന്മ ചെയ്താൽ ഇബ്തഅദ്നാ ഇസാഅതഹും, അവരുടെ ആ തിന്മയെ നാം ദൂരീകരിക്കും, നാം വിട്ടുനിൽക്കും, നാം ഒഴിവാക്കും, നാം അതിനെ അംഗീകരിക്കുന്നതല്ല. അതാണ് യഥാർത്ഥ മുസ്ലിം ചെയ്യേണ്ടത്. ലികുല്ലി ഇംറിഇൻ മിൻഹും മാ കസബ മിനൽ ഇസ്ബ്, ഓരോരുത്തർക്കും, അഥവാ ഞാൻ എന്റെ ശൈലിയിൽ പറയാറുള്ളത് പോലെ, ഉപ്പ് തിന്നാൾ വെള്ളം കുടിക്കും, ഓരോരുത്തർക്കും അവർ ചെയ്തതായ തെറ്റിന്റെ ആ ഫലം, ആ പ്രതികാരം അവൻ ഏൽക്കേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ, സംശയമേ ഇല്ല. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ വരുന്നതായ വെല്ലുവിളികളെ നേരിടാൻ നാം ഏകീകരിച്ചിട്ടായിരിക്കണം നേരിടേണ്ടത്. നാം ഭിന്നിപ്പിക്കാൻ പാടുള്ളതല്ല. നാം ഭിന്നിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നതല്ല. പ്രത്യേകിച്ച് കേരളീയരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഭാഷക്കാരോട് പ്രത്യേകം ഞാൻ പറയുകയാണ്, ഇന്ന് വളരെ അതിക്രമിച്ചിരിക്കുകയാണ് ഏകീകരിക്കേണ്ടതായ യുഗം. അതുകൊണ്ട് തൗഹീദിന്റെ പേരിൽ, സത്യത്തിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ മുസ്ലിം ലോകം ആസകലം ഏകീകരിക്കേണ്ട കാലമാണ് ഈ കാലം. അതുകൊണ്ട് കേരളീയർ പ്രത്യേകിച്ച് ഇത്തരം കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് എതിരിൽ വരുന്നതായ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി നാം രംഗപ്രവേശനം നടത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതിനുശേഷം മക്ക ഇമാം പറഞ്ഞത് ഇവിടെ സൗദി അറേബ്യയിൽ നടക്കുന്നതായ ബൈഅത്തിന്റെ കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിലും ഇവിടെയുള്ളതായ രാജാവിനോട് ബൈഅത്ത് പുതുക്കുക എന്നത് ഇവിടെ നടക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നതുകൊണ്ട് ആ ബൈഅത്തിൽ ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രൂപത്തിൽ അത് അംഗീകരിക്കേണ്ടതും അത് പുതുക്കാൻ വേണ്ടി പങ്കെടുക്കേണ്ടതും, അതിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹ് പറഞ്ഞ രൂപത്തിലുള്ള നിബന്ധന അനുസരിച്ചിട്ടാണ് നിങ്ങൾ അതിൽ പങ്കെടുക്കേണ്ടത് എന്നൊക്കെ ഇന്ന് മക്ക ഇമാമ ഈ നാട്ടുകാരോട് ഉണർത്തുകയുണ്ടായി. മദീനയിൽ ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം സംസാരിച്ചത് ഹലാലായ മാലും ഹലാലായ സമ്പാദ്യവുമായിരിക്കണം നമ്മുടെ സമ്പാദ്യം എന്ന കാര്യമാണ്. അത് വളരെ നീട്ടി വിളിച്ച് പറഞ്ഞ വിഷയമാണ്. പ്രത്യേകിച്ച് അബ്ദുൽ മുഹ്സിൻ ഖാസിമിന്റെ വിഷയ ശൈലി തന്നെ അങ്ങനെയാണ്. അദ്ദേഹം ഖുത്ബ ഓതിക്കഴിഞ്ഞാൽ എ മുതൽ സെഡ് വരെ അദ്ദേഹം ചർച്ച ചെയ്യുന്നതായ മൗദൂഅ് ശരിക്കും മുആലജത്ത് നടത്തുന്ന, ശരിക്കും കൈയാളുന്ന ഒരു ഖതീബാണ്. മറ്റ് ഖതീബന്മാരെ ഇന്ന് അവഗണിച്ചതല്ല. എല്ലാ ഖതീബന്മാർക്കും അവരവർക്കുള്ളതായ പ്രത്യേക കഴിവുകളുണ്ട്. അതുപോലെയുള്ളതായ ഒരു പ്രത്യേക കഴിവ് അബ്ദുൽ മുഹ്സിൻ ഖാസിമിൽ നാം കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സഖറ ലക്കും മാ ഫിൽ അർദി ജമീഅ, നിങ്ങൾക്ക് മറ്റൊരിടത്ത് പറയുകയാണ് സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅ മിൻഹു, ഇവിടെയുള്ള
ഇവിടെയുള്ള സർവ്വതും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹ് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. നിങ്ങളോട് കൽപ്പിച്ചു കുലൂ മിന തയ്യിബാത്തി, നിങ്ങൾ തയ്യിബാത്തായിരിക്കണം കഴിക്കേണ്ടത്, നല്ലത് മാത്രം കഴിക്കേണ്ടത്. എല്ലാം ഇവിടെയുള്ളത് അള്ളാഹുവിന്റെ കൽപ്പന ഹറാമാണെന്ന് വന്നത് അത് ഹറാമാണ്, അതല്ലാത്തതെല്ലാം നമുക്ക് ഹലാലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മദീന ഇമാം എന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. മുമ്പുള്ളതായ ഉമ്മമുകളെ അള്ളാഹു സുബ്ഹാനഹു തആല പരരൂപത്തിൽ പരിശോധിച്ചു. എന്നാൽ ഈ ഉമ്മത്ത് മുഹമ്മദിനെ അള്ളാഹു പരിശോധിച്ച പരിശോധനകളിൽ പ്രധാനപ്പെട്ട പരിശോധന എന്താണ്? ഫിത്നത്തുൽ മാൽ, സമ്പത്തിലൂടെ പരിശോധിച്ചിട്ടുണ്ട്. ആ ഫിത്നത്തുൽ മാൽ അത് ഞാൻ സാധാരണ പറയാറുള്ളതാണ്. ഇന്നൽ ഇൻസാനൽ യത്ഗാ, എപ്പോഴാണ് മനുഷ്യൻ തമ്മാടിയാവുന്നത്? അവന്റെ കൂടെ കാശുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ തമ്മാടിയാവാൻ ചിന്തിക്കുക. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാതിരിക്കാൻ ചിന്തിക്കുക. അപ്പോഴാണ് അവൻ അഹങ്കാരം വരിക. അപ്പോൾ ഈ കാശ് അത് ഫിത്നയാണ്, അത് പരിശോധനയാണ്, അത് പരീക്ഷണമാണ്. പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ലൻ തസൂല ഖദമ അബ്ദിൻ ഹത്താ യുസ്അലാൻ 40. അടിമയുടെ കാല് ഒരടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുന്നതല്ല പരലോകത്തിൽ അള്ളാഹുവിന്റെ മഹ്ശറയിൽ. ഇതുവരെ ചോദിക്കപ്പെടുന്നത് വരെ 4 കാര്യത്തെക്കുറിച്ച്. ഒന്നെന്താണ്? അവന്റെ ജീവിച്ച 70, 50, 60 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എവിടെയാണ് അത് ഉപയോഗപ്പെടുത്തിയത് എന്ന് ചോദിക്കും. അത് മൊത്തത്തിൽ ഉംറയെ കുറിച്ച് ചോദിക്കും. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതേതാണ്? അവന്റെ യുവത്വത്തെ എവിടെയാണ് ഉപയോഗിച്ചത്? യുവത്വം അത് ചോര തുളുമ്പുന്ന സന്ദർഭമാണ്. ആ ചോര തുളുമ്പുന്ന സന്ദർഭത്തിൽ അത് ശരിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവിടെയാണ് സമ്മർദ്ദമുണ്ടാവുക, പൈശാചിക ശല്യം. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പിശാചിന്റെ ഭാഗത്തിൽ നിന്നിട്ട്, ദേഹേച്ഛയുടെ ഭാഗത്തിൽ നിന്നിട്ട്, നഫ്സിൽ നിന്നിട്ട്, അമ്മാറത്തുൽ നിന്നിട്ട്, പല ഭാഗത്തിൽ നിന്നിട്ടും നമ്മോട് മല്ലിടലും നമുക്ക് സത്യപാന്താവിലേക്ക് ജലിക്കുന്നതിനെ തൊട്ട് നമ്മെ തടയാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശത്രുക്കൾ നമ്മുടെ കൂടപ്പുറപ്പായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നാം യുവത്വം തൊളുമ്പുന്ന സന്ദർഭത്തിലാണ് കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ചോദ്യം വരുന്നു എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. വൻ ശബാബിഹി ഫീമ അബ്ല, യുവത്വം എന്ത് കാട്ടി എന്ന് അള്ളാഹു ചോദിക്കുന്നതാണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് അവൻ പഠിച്ചതായ ഇൽമിനെ കുറിച്ച്. ധാരാളം പേർ ധാരാളം ഇൽമുകൾ ധാരാളം രൂപത്തിലൂടെ സമ്പാദിച്ചവരുണ്ട്. ആ ഇൽമു കൊണ്ട് അവൻ അമൽ ചെയ്തോ, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ, ജനങ്ങൾക്ക് അത് ഫലപ്രദമാക്കി മാറ്റിയോ എന്നത് അവിടെ ചോദിക്കപ്പെടും. എന്ന് മാത്രമല്ല, 4ാമതായി ചോദിക്കുന്ന ചോദ്യം അതാണ് നമ്മുടെ ഇന്നത്തെ മദീന ഇമാമിന്റെ ചർച്ചാ വിഷയം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിശുദ്ധ മദീനയിൽ വെച്ചിട്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇന്ന് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ ഖാസിം സംസാരിച്ച വിഷയമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച്, അവന്റെ സമ്പാദ്യത്തെ കുറിച്ച് പരലോകത്തിൽ ചോദിക്കാതെ ഒരടി കാലം മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുന്നതല്ല. എന്താണ് ആ ചോദ്യം? വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. മിനൈന ഇക്തസബ്, എവിടുന്നാണ് സമ്പാദിച്ചത്? വഫീമ അൻഫഖ്, എവിടെയാണ് ചെലവഴിച്ചത്? 2 ചോദ്യമാണ് ആ ഒറ്റ ചോദ്യത്തിന്റെ കൂടെ ഉള്ളത്. എവിടുന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? മഹാചോദ്യമാണ്. ഇതിന് മറുപടി നൽകാൻ നമുക്ക് പലർക്കും സാധിക്കുന്നതല്ല എന്നത് ഒരു പച്ചപ്പരമാർത്ഥമാണ്, ഒരു കൈപ്പുള്ള യാഥാർത്ഥ്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുവാനും ഹലാലായ വഴിയിൽ ചെലവഴിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ മുആമലത്തുന്നാസ് മദീന ഇമാം പറയുന്നു, ജനങ്ങളോടുള്ള പെരുമാറ്റം അത് അഖ്ലാഖിന്റെ ഒരു ഭാഗമാണ്, സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. അത് ശരിക്കും നാം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നമ്മുടെ അഖ്ലാഖ് നല്ല ഉയർന്ന സ്റ്റാൻഡേർഡുള്ള അഖ്ലാഖ് ആയി മാറിയിട്ടില്ലെങ്കിൽ നന്നായി ജനങ്ങളോട് സാമ്പത്തിക പ്രശ്നത്തിൽ പെരുമാറാൻ സാധിക്കുന്നതല്ല. ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റഖഅ ഔ ഇസാറുൻ ഫൗഖ കഅബി സാഖി മിൻഹു റഫഅ ഔ ജബീനുൻ ലാഹ ഫീഹി അഥറുൻ ഖദ് ഖലഅ വലദ ദിർഹമി ഫൻദുർ ഗയ്യഹു ഔ വറഅ എന്ന് കവി പാടിയതായ പദ്യം ഇന്ന് മദീന ഇമാം പാടിയിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ പറയാറുള്ള പദ്യമാണത്. ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റഖഅ, തുന്നപ്പെട്ട വസ്ത്രം അഥവാ കാണുമ്പോൾ തന്നെ മുഷിഞ്ഞ വസ്ത്രം, തുന്നപ്പെട്ട വസ്ത്രം, അങ്ങനെയുള്ള വസ്ത്രം കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരായി പോകരുത്. ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റഖഅ ഔ ഇസാറുൻ ഫൗഖ കഅബി സാഖി മിൻഹു റഫഅ, അല്ലെങ്കിൽ നല്ല ഉയർന്ന ഡ്രസ്, ഉയർത്തി ഡ്രസ് ധരിച്ചിരിക്കുകയാണ്, നിര്യാണിക്ക് താഴെയല്ല, നിര്യാണിക്ക് മീതേ കയറ്റി ധരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള വസ്ത്രം കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതനാവരുത്. ഔ ജബീനുൻ ലാഹ ഫീഹി അഥറുൻ ഖദ് ഖലഅ, സുജൂദ് ചെയ്തിട്ട് തഅബ്ബ് കണ്ടിട്ട് അതിലും നിങ്ങൾ വഞ്ചിതനായി പോകരുത്. പിന്നെ എവിടെയാണ് മനുഷ്യനെ വിലയിരുത്തേണ്ടത്
ഉള്ളതായ സ്ഥലം വലദ ദിർഹമി ഫൻദുർ, കാശിന്റെ അടുക്കൽ എത്തുമ്പോൾ അവിടെ നന്നായി പെരുമാറുന്നുണ്ടോ, അവിടെ തട്ടിപ്പുണ്ടോ, വെട്ടിപ്പുണ്ടോ, അവിടെ അളക്കത്തിലും തൂക്കത്തിലും കുറവുണ്ടോ, അവിടെ വഞ്ചനയുണ്ടോ, അവിടെ ചതിവുണ്ടോ, അവിടെ കള്ളസാക്ഷിയുണ്ടോ, കള്ളസാക്ഷിത്വം വഹിക്കുന്നുണ്ടോ, അവിടെ കള്ളസത്യം ചെയ്യുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ അവിടെയാണ് പരിശോധിക്കേണ്ടത്. അവിടെയാണ് ഒരു മനുഷ്യനെ വിലയിരുത്താൻ പറ്റുക എന്ന് കവി പാടിയത്. വളരെ അർത്ഥവത്തായ കവിതയാണത്. മദീന ഇമാം പറയുകയാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹഖൽ ആരെയും വില വെക്കാതെ ഹക്കായിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ അനധികൃതമായിട്ട് അഥവാ ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിൽ ഒരു നയാ പൈസ പോലും സമ്പാദിച്ചു പോകരുത്. ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അല്ലാഹു പറയുകയാണ്, അസത്യമായ ബാത്തിലായ രൂപത്തിൽ നിങ്ങൾ ജനങ്ങളുടെ സമ്പത്ത് സമ്പാദിക്കരുത്, അത് തിന്നരുത്, അത് ഹറാമാണ്. നിങ്ങളുടെ പള്ളയിൽ അത് തീയാണ്, പരലോകത്തിൽ തീയായി മാറുന്നതാണ്. അതുകൊണ്ട് ഇന്ന ദിമാഅക്കും അംവാലക്കും അറാദക്കും അലൈക്കും ഹറാം എന്ന ആ ഹദീസ് മിനയിൽ വെച്ചിട്ട് റസൂൽ പ്രസംഗിച്ച പ്രസംഗം, ആ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ചോര, ഇതെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാമാണ്. ആരും പിച്ച് ചിന്താൻ പാടുള്ളതല്ല, ആരും അനധികൃതമായിട്ട് ഉപയോഗപ്പെടുത്താൻ പാടുള്ളതല്ല. അതൊക്കെ നിങ്ങൾക്ക് പരസ്പരം പവിത്രത ഉള്ളതാണ്, അതിനെ നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാനത്തെ ഖണ്ഡികകളിൽ എന്ന് ഞാൻ പറയാറുള്ളത് പോലെ ഉപയോഗിച്ചതായ ആ പദപ്രയോഗങ്ങളിൽ ആ സ്വർണം പോലെ പവിഴം പോലെ മാണിക്യം പോലെ മുത്തുപോലെ നാം പഠിക്കേണ്ട മനസ്സിലാക്കേണ്ടതായ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതേണ്ടതായ പദപ്രയോഗങ്ങൾ മറന്നുപോകരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ പ്രസംഗം, അവസാനത്തെ ഖുതുബ, ഹജ്ജത്തുൽ വദാഇന്റെ ഖുതുബ, ആ ഖുതുബയിൽ പറഞ്ഞതായ വാക്കുകൾ അത് 23 കൊല്ലത്തെ ജീവിതത്തിന്റെ രക്തച്ചുരുക്കമാണെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് മുആമല, ഇടപാടുകൾ, അത് ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗമായിട്ടാണ് വരിക. അതുകൊണ്ട് അതിലൂടെ നമ്മെ അള്ളാഹു പരിശോധിച്ചിട്ടുണ്ട് എന്ന് തുടക്കത്തിൽ പറയുകയുണ്ടായി ഇമാമ്. അതുകൊണ്ട് ഇവിടെയെല്ലാം പിശാചിന് മദാഖിലുണ്ട്, പിശാച് കടക്കുന്നുണ്ട്, പിശാച് പ്രവേശിക്കുന്നുണ്ട്. അതിൽ റിബ കടന്നുകൂടാൻ അഥവാ പലിശ, ഏറ്റവും വലിയ തെറ്റാകുന്ന പലിശ, ഏറ്റവും വലിയ തെറ്റ്, സാമ്പത്തിക പ്രശ്നത്തിൽ ഏറ്റവും വലിയ തെറ്റായി വരുന്നതായ ആ പലിശ, അത് വൻദോഷങ്ങളിൽ വൻദോഷമായിട്ട് അള്ളാഹു റസൂല് എണ്ണിയതായ ഒരു ഭാഗമാണ്. അള്ളാഹു ഖുർആനിലും പറഞ്ഞതായ ഭാഗമാണ്. പലിശ തിന്നുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും യുദ്ധം ചെയ്യുന്നതിനോട് തുല്യമാണ് എന്നാണല്ലോ നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിനോടും അള്ളാഹു റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുന്നതിനോട് തുല്യമാണ് പലിശ തിന്നുക എന്നത്. അതുകൊണ്ട് വഞ്ചനയില്ലാത്ത, ചതിവില്ലാത്ത, തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത രൂപത്തിൽ സമ്പാദിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മുആമലാത്തുകൾ നടത്താൻ വേണ്ടിയും നാം പാടുപെടേണ്ടതാണ്. അൽ ബയ്യാനി ബിൽ ഖിയാർ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ രണ്ടാൾക്കും എന്തുണ്ട്? സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് സത്യസന്ധതയോടുകൂടി എന്ത് കുറവുണ്ട്, എന്ത് കുറവില്ല എന്നത് വ്യക്തമാക്കി അങ്ങുമിങ്ങും കച്ചവടം നടത്തുന്ന സന്ദർഭത്തിൽ അവരുടെ ബിസിനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നേരെ വിപരീതമാണ് നടക്കുന്നതെങ്കിൽ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ് അതിലുള്ളതായ ബർക്കത്തിനെ, അതിലുള്ളതായ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ നല്ല നോട്ടം അഥവാ പവിത്രത ഉള്ള നോട്ടം, റഹ്മത്തോടു കൂടിയുള്ള നോട്ടം, റിസ്ഖിൽ ബർക്കത്തുണ്ടാവുക എന്നതിലൂടെയാണ്. അല്പം സമ്പാദിച്ചാലും മതി, ആ അല്പസമ്പാദ്യം ബർക്കത്തുള്ളതായി മാറണം. എപ്പോൾ? അത് ഹലാലായ രൂപത്തിലായി മാറിയാൽ അതാണ് വേണ്ടത്. അതിനാണ് നാം പാടുപെടേണ്ടത്, അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ അവസരത്തിൽ മദീന പട്ടണത്തിൽ കൂടി വിട്ടുകിടന്ന രംഗം ഇന്ന് മദീന ഇമാം നമ്മെ ഉണർത്തുകയുണ്ടായി. മദീനക്കാരോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മെമ്പറിന്റെ മീതെ വെച്ചിട്ട് മദീന ഇമാം പറയുന്നത്, ഈ മദീനത്തുള്ളതായ പട്ടണത്തിൽ കൂടി നടക്കുന്ന സന്ദർഭത്തിൽ ഗോതമ്പോ മറ്റോ കൂട്ടിവെച്ചതായിട്ട് കണ്ടു. റസൂലിന്റെ കൈ അകത്തേക്ക് ഇട്ടു. അപ്പോൾ നനവ് കണ്ടു. റസൂൽ ചോദിച്ചു, എവിടുന്നടോ ഈ നനവ്, എന്താണോ ഇത് എന്ന്. അദ്ദേഹം പറയുകയുണ്ടായി, അത് മഴ തട്ടിയതാണെന്ന്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, എന്റെ മഴ തട്ടിയ ഭാഗം സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ തട്ടിയ ഭാഗം മീതെ വെച്ചൂടെ, മീതിയാക്കിക്കൂടെ, എന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതിലുള്ള കുറവ്. മൻ ഗശനാ ഫലൈസ മിന്നാ, നമ്മെ വഞ്ചിച്ചവൻ നമ്മളിൽപ്പെട്ട ആളല്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ മദീന ഇമാം തുടർന്നു, മുസാവം നടത്തുന്ന സന്ദർഭത്തിൽ, നാം വില പറയുന്ന സന്ദർഭത്തിൽ, ഒരു മുസ്ലിം കച്ചവടം ചെയ്തത് നീ കച്ചവടം ചെയ്യാൻ നിൽക്കരുത്, വില പറഞ്ഞത് നീ വില പറയാൻ നിൽക്കരുത്. അദ്ദേഹത്തിന്റെ പ്രീതിയില്ലാത്ത, അദ്ദേഹത്തിന് അനുവാദമില്ലാതെ ലേലം വിളിക്കുന്നത് പോലെയല്ല ഇത്. ലേലം അത് യഥാർത്ഥത്തിൽ തീരുമാനമാകുന്നതിന് മുമ്പ് ഈ വിൽക്കുന്ന സാധനത്തിന്റെ ഉടമ തന്നെ അദ്ദേഹം ഇതിന്റെ വില അവസാനം പറയുന്ന, ഞാൻ പ്രീതിപ്പെടുന്നതായ ആ വിലയാണ് വില എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് നടക്കുന്നത് എന്നതുകൊണ്ട് ലേലം വിരോധിക്കപ്പെട്ടതല്ല. അതേസമയത്ത് ഒരു കച്ചവടം നടന്നു കഴിഞ്ഞാൽ, ആ നടന്നു കഴിഞ്ഞതായ കച്ചവടം നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനേക്കാളും കൂടുതൽ വില പറഞ്ഞിട്ട് അവിടെ ഫിത്ന ഉണ്ടാക്കാൻ നടക്കരുത്. അത് റസൂലുള്ളാഹി വിരോധിച്ച കാര്യമാണ്. അതുപോലെ തന്നെ സത്യം ചെയ്യരുത്. നമ്മുടെ അള്ളാഹു
അല്ലാഹു നമ്മുടെ നേതാവ്, ഈ പ്രപഞ്ചത്തിന്റെ നേതാവ്, അവൻ അദീമാണ്, അവൻ മഹാനാണ് മഹാനാണ് മഹാനാണ്. മഹാനായ റബ്ബിനെ കൊണ്ട് ചെറിയ ചെറിയ ചില്ലറ കാര്യങ്ങൾ കൊണ്ട് ആ റബ്ബിന്റെ പേര് കൊണ്ട് സത്യം ചെയ്യരുത്. അഥവാ ആരെങ്കിലും കള്ളസത്യം ചെയ്തിട്ടാണ് അവന്റെ ചരക്കിനെ ചെലവഴിച്ചതെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അപമാനിക്കുക, അല്ലാഹുവിനെ ബഹുമാനിക്കാതിരിക്കുക, അല്ലാഹുവിനെ ആദരിക്കാതിരിക്കുക എന്ന തെറ്റ് അവനിലൂടെ ഉണ്ടാകുന്നു. അതിനു പുറമെ അവൻ പച്ചക്കള്ളം പറയുക എന്ന തെറ്റും അവനിലുണ്ടാകുന്നു. അതുകൊണ്ട് മുഹിഖത്ത് ബർക്കത്തുഹു, അവൻ ചെയ്യുന്നതായ ബിസിനസ്സിൽ ബർക്കത്തില്ലാതെയായി പോകുന്നു, ബർക്കത്ത് മാഞ്ഞു പോവുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസും ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് കള്ളസത്യം ചെയ്തുകൊണ്ട് അവന്റെ ചരക്ക് ചെലവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ രൂപം അത് മഹാപാപമാണ്, മഹാ തെറ്റാണ് എന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അതുപോലെ തന്നെ ആ സംഭവം പറഞ്ഞപ്പോൾ അല്ലാഹു റസൂലിന്റെ പ്രവചനം ഇവിടെ ഉദ്ധരിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ മദീന ഇമാം പറഞ്ഞതൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ടൈം നമ്മെ സഹായിക്കുന്നതല്ല. ഏതായാലും റസൂലുള്ളാഹിയുടെ വാക്ക് സലാത്തുല്ലാഹി യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ, 3 വിഭാഗം അവരോട് അല്ലാഹു സംസാരിക്കുന്നതല്ല, അവരല്ലാഹു നോക്കുന്നതല്ല നല്ല നോട്ടം. പരലോകത്തിൽ അങ്ങനെ അല്ലാഹു കോപിക്കുന്ന വിഭാഗത്തെ കുറിച്ച് പറയുകയാണ്. ഒന്ന് അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ പേന്റോ അല്ലെങ്കിൽ വസ്ത്രമോ അല്ലെങ്കിൽ തോബോ വലിച്ചു നടക്കുന്ന വിഭാഗം. വലിച്ചു നടക്കുമ്പോൾ അഹങ്കാരത്തോടുകൂടി എന്ന് ഈ ഹദീസിലില്ല. അഹങ്കാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തെറ്റാണ്, അത് ഹറാമാണ്, അത് പാടില്ലാത്തതാണ്, അത് വിരോധിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൽ മന്നാൻ, കൊടുത്തതിനെ എടുത്തു പറയുന്നവൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വല്ല ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന മദ്രസയിലേക്ക് ഇത്ര ലക്ഷം അയച്ചു, ഇന്ന കോളേജിലേക്ക് ഇത്ര ലക്ഷം കൊടുത്തു, ഇന്ന ആൾക്ക് ഇത്ര ലക്ഷം കൊടുത്തു എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നവൻ, അവനും അല്ലാഹു ഇഷ്ടപ്പെടാത്ത ആളാണ്. അതുപോലെ തന്നെ വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ള സത്യം കൊണ്ട് അവന്റെ ചരക്കിനെ ചെലവഴിച്ചവൻ. അപ്പോൾ അങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം വഫാഅോടുകൂടി അഥവാ വാഗ്ദാനലംഘനമില്ലാത്ത രൂപത്തിൽ ആയിരിക്കണം കച്ചവടം നടത്തേണ്ടത് എന്നും ജനങ്ങളുടെ അവകാശത്തിൽ വീഴ്ച വരുത്താതിരിക്കണം, അളത്തത്തിലും തൂക്കത്തിലും കുറയാതിരിക്കണം എന്നീ കാര്യങ്ങളൊക്കെ പലതും അദ്ദേഹം സമ്പത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം നമ്മെ സഹായിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കട്ടെ. നമുക്ക് ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതിനുള്ള ചുറ്റുപാടുകളും അന്തരീക്ഷങ്ങളും നമുക്ക് ഉണ്ടാക്കി തരട്ടെ. ആദ്യത്തെ മക്ക ഇമാം ഓതിയതായ ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസിന്റെ ഖുതുബയിൽ പറഞ്ഞതായ ആ ഇസ്ലാമിനെതിരിൽ വരുന്നതായ എല്ലാ ചിന്തകളെ, എല്ലാ തഹദ്ദിയാത്തുകളെ, വെല്ലുവിളികളെ നേരിടാനുള്ളതായ കഴിവ് കൽപ്പ് ലോക മുസ്ലിം രാഷ്ട്രങ്ങൾക്ക്, നേതാക്കൾക്ക്, പണ്ഡിതന്മാർക്ക്, പ്രബോധകന്മാർക്ക്, എഴുത്തുകാർക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അതിൽ പങ്കാളികളാവാൻ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഅ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد قادة ودعاة وحكام بلاد الحرمين سوءا اللهم فأشغله في نفسي اللهم اجعل تدميره يا حي يا قيوم. اللهم ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. രോഗത്തെ നീ സുഖപ്പെടുത്തുന്ന രക്ഷിതാവേ, ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ. ഞങ്ങൾ നിന്നിട്ട് പല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഈ വിശുദ്ധ മസ്ജിദുൻ നബവിയുടെ പരിസരത്തിൽ വെച്ചിട്ടും മദീനത്തിൽ വെച്ചിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരന്മാർക്കും സഹോദരികൾക്കും അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവരുടെ കടങ്ങളെ വീട്ടുകയും അവരുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തുകയും ഞങ്ങൾക്കും അവർക്കുമെല്ലാം ഈ ഇസ്ലാമാകുന്ന ഈ തൗഹീദിന്റെ പേരിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ഇഖ്ലാസും നൽകണേ നാഥ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.